ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ EVS അഥവാ പരിസര പഠനത്തിലെ രണ്ടാമത്തെ പാഠഭാഗമായ ജന്തുലോകത്തേക്ക് എന്ന പാഠഭാഗവും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ തന്നെ മറ്റുള്ള എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കായ ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് തന്നെ നമ്മുടെ ചാനലിലുണ്ട്. ക്ലാസ് 3 ന്യൂ ടെക്സ്റ്റ് ബുക്സ് എന്നാണ് പ്ലേലിസ്റ്റിൻ്റെ പേര്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതെല്ലാ കൂട്ടുകാരും ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്ട്സിലെ ഏതെങ്കിലും ഭാഗങ്ങളോ പാഠങ്ങളോ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് മലയാളം മീഡിയം കൂട്ടുകാർക്കുള്ളതാണ്. ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരുടേത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിസര പഠനത്തിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ജന്തുലോകത്തേക്ക് എന്ന് പറയുന്ന പാഠഭാഗം. മൃഗങ്ങളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും എല്ലാം നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നുണ്ട്. ആഹാ, ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ. കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തിറങ്ങി. മിത്രയുടെ വീട്ടുപരിസരം കണ്ടല്ലോ. ഏതെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത്? അപ്പോൾ ആ ചിത്രം നന്നായിട്ട് കൂട്ടുകാരൊന്ന് നിരീക്ഷിച്ച് നോക്കുക. അതിലുള്ള ആ ഒരു പെൺകുട്ടിയാണ് മിത്ര. അപ്പം മിത്രയുടെ വീടിന് മുറ്റത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണുള്ളത്? കോഴിയുണ്ട്, കോഴിക്കുഞ്ഞുണ്ട്, പശുക്കിടാവ്, നായ, പൂച്ച, മരം കൊത്തി, അണ്ണാൻ, ചിത്രശലഭങ്ങൾ, കാക്ക, തത്ത, കിളി ഇവയൊക്കെ ഉണ്ടല്ലേ ആ ഒരു മിത്രയുടെ വീട്ടുമുറ്റത്ത്. അടുത്ത ചോദ്യം, ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും? ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഉത്തരമാണ് ആട്, പശുക്കിടാവ്, നായ, കോഴി, കോഴിക്കുഞ്ഞ്, പൂച്ച. അപ്പോൾ ഇത്രയൊക്കെ മൃഗങ്ങളെ ആയിരിക്കും അല്ലേ മിത്ര വളർത്തുന്നുണ്ടായിരിക്കുക. ബാക്കിയുള്ള കിളികളും അതേപോലെ അണ്ണാനും ഒക്കെ പ്രകൃതിയിൽ നിന്ന് തന്നെ വരുന്നതാണ്. അതുകൊണ്ട് അത് മിത്ര വളർത്തുന്നതായിരിക്കില്ല എന്ന് നമുക്ക് കരുതാമല്ലേ. അടുത്തത് എന്തായിരുന്നു ചോദ്യം? ഏതൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത്? മനുഷ്യർ ഇണക്കി വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അതെ അല്ലേ, മനുഷ്യർക്ക് ഇണക്കി വളർത്താൻ പറ്റുന്ന ജീവികളും ആട്, പശുക്കിടാവ്, നായ, കോഴി, കോഴിക്കുഞ്ഞ്, പൂച്ച, പിന്നെ ചിലവരൊക്കെ തത്തനെയും വളർത്തുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്രയൊക്കെ ജീവികളെയൊക്കെ ആയിരിക്കും മനുഷ്യരിന് ഇണക്കി വളർത്താൻ കഴിയുന്ന ജീവികൾ. അടുത്തതാണ്, എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത്? എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവികളെ വളർത്തുന്നത്? അവിടെ 2 കൊടുത്തിട്ടുണ്ട് അല്ലേ. ആഹാരത്തിന്, സുരക്ഷയ്ക്ക്, അതേപോലെ തന്നെ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട്, യാത്രാ വാഹനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ജീവികളെ വളർത്തുന്നത്. അടുത്തത്, നമുക്ക് വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കൂ. അപ്പോൾ വളർത്തു ജീവികളുടെ പേരുകളും അതുപോലെ അവരുടെ പ്രയോജനങ്ങളുമാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അവിടെ നമുക്ക് 2 വളർത്തു ജീവികളെ തന്നിട്ടുണ്ട്, ആട്, കോഴി എന്ന് തന്നിട്ടുണ്ട്. ആടിൻ്റെ പ്രയോജനം എന്താണ്? പാല് നൽകുന്നു അല്ലേ. കോഴി മുട്ട നൽകുന്നു. പശു പാൽ നൽകുന്നു. മുയൽ ഇറച്ചി ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കും. അതുപോലെ പോത്തും ഇറച്ചി ആവശ്യത്തിന് ഉപയോഗിക്കും. അപ്പോൾ ഇത്രയൊക്കെ ജീവികളും പ്രയോജനങ്ങളുമാണ് ഞാൻ അവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും കൂട്ടുകാർക്ക് ഒരുപാട് ജീവികളെയും അതിൻ്റെ പ്രയോജനങ്ങളെയും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അതിവിടെ എഴുതി ചേർക്കാം കേട്ടോ. താഴെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, എന്താണെന്ന് നോക്കാം. വിവിധ ആവശ്യങ്ങൾക്കായി നാം ജീവികളെ വളർത്തുന്നു. ചില ജീവികളുടെ പാൽ, മുട്ട, മാംസം തുടങ്ങിയവ ആഹാരത്തിന് ഉപയോഗിക്കുന്നു. കൗതുകത്തിനു വേണ്ടി വളർത്തുന്ന ജീവികളുമുണ്ട്. അപ്പോൾ എന്താണ്? നമുക്ക് ഒരുപാട് ജീവികൾ നമ്മളെ ചുറ്റുമുണ്ട് അല്ലേ. അപ്പോൾ വിവിധ ആവശ്യങ്ങൾക്കായാണ് നമ്മളെല്ലാവരും ആ ജീവികളെല്ലാവരെയും വളർത്തുന്നത്. ചില ജീവികളുടെ പാല്, മുട്ട, അതുപോലെ തന്നെ മാംസം തുടങ്ങിയവയൊക്കെ നമ്മൾ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചില ജീവികളെ ചില ആൾക്കാർ വളർത്തുന്നത് അവരുടെ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടാവും അല്ലേ, അവരുടെ ഒരു ഇഷ്ടപ്രകാരം വളർത്തുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെയും നമ്മൾ ജീവികളെ വളർത്തുന്നുണ്ട്. അപ്പോൾ പ്രയോജനങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ കൗതുകത്തിന് വേണ്ടിയും നമ്മൾ ജീവികളെ വളർത്തുന്നുണ്ട് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്തതാണ്, എത്ര ജീവികൾ? ചിത്രത്തിലുള്ള ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം? പേരുകൾ എഴുതും. അപ്പോൾ ചിത്രത്തിൽ നമുക്ക് ഒരുപാട് ജീവികളെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ പേര് നമ്മൾ എഴുതാനാണ് പറയുന്നത്. ആദ്യത്തെ ജീവിയുടെ പേര് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അതെന്താണ്? പല്ലിയാണല്ലേ. അപ്പോൾ ബാക്കിയുള്ള ജീവികളുടെ പേരുകൾ നമുക്കൊന്ന് എഴുതി നോക്കാം. പല്ലി കഴിഞ്ഞാൽ പിന്നെ തൊട്ടപ്പുറത്തുള്ളത് എന്താണ്? ഒച്ചാണ്. പിന്നെ ഉറുമ്പ്, പിന്നെ ചെമ്പോത്ത്, പിന്നെ താഴെ നമുക്ക് ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് പഴുതാരയാണ്, പിന്നെ വവ്വാല്, കീരി, തേരട്ട. അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളെയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാ ജീവികളുടെയും പേര് മനസ്സിലായില്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും അവിടെ എഴുതി കൊടുത്തോളൂ കേട്ടോ.
അടുത്തതാണ് ഇവ നമ്മുടെ വീടിലും പരിസരത്തുമായി ജീവിക്കുന്നവയാണല്ലോ. ഇവയിൽ വളർത്തുജീവികളുണ്ടോ? ഇവയിൽ വളർത്തുജീവികളുണ്ടോ? ഇല്ല അല്ലെ, അധികം വളർത്തുജീവികളൊന്നും ഇതിലില്ല. നമ്മൾ ആരും നമ്മുടെ ഇവിടെ ഒന്നും വളർത്തുന്നത് കണ്ടിട്ടില്ല അല്ലെ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതണം കേട്ടോ. വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ നിങ്ങളോട് കൂട്ടുകാരോട് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ ജീവികളെ, ഇതുപോലെയുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തിയിട്ട് പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഉത്തരം പച്ചത്തുള്ളൻ, ഓലച്ചാത്തൻ, തവള, ഓന്ത്, കൊതുക് ഇവയൊക്കെ അങ്ങനെയുള്ള ജീവികളാണ്. ഇതുപോലെയുള്ള മറ്റു ജീവികളെയും കൂട്ടുകാർക്ക് കണ്ടെത്തിയിട്ട് ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കാം കേട്ടോ. അടുത്തതാണ് എത്ര ജീവികളെ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാർക്ക് എത്ര ജീവികളെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എങ്കിൽ അത് അവിടെ എഴുതണം. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കോ, അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്ര ജീവികളെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത് എങ്കിൽ അതും അവിടെ എഴുതി കൊടുക്കൂ കേട്ടോ. അടുത്തതാണ് ഇത്തിരി കുഞ്ഞന്മാരും വമ്പന്മാരും. മിത്രയും കൂട്ടരും ജീവികളുടെ പേര് പറഞ്ഞു കളിക്കുകയാണ്. ആരാണ് ഏറ്റവും കൂടുതൽ ജീവികളെ കണ്ടെത്തുക? തമ്മിൽ മത്സരമായി. അപ്പോൾ എന്താണ്? മിത്രയും കൂട്ടരും ജീവികളുടെ പേര് പറഞ്ഞിട്ട് കളിക്കുകയാണല്ലേ. അപ്പോൾ ആരാണ് കൂടുതൽ ജീവികളെ പേര് കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ മത്സരമായിട്ട് കളിക്കുകയാണ്. പുൽച്ചാടി, മിന്നാമിനുങ്ങ്, ഓന്ത്, വണ്ട്, പശു പറഞ്ഞ ജീവികളുടെ ചിത്രം വരയ്ക്കാനും അവർ മറന്നില്ല. അവ പറഞ്ഞിട്ടുള്ള എല്ലാ ജീവികളുടെയും ചിത്രവും അവർ വരയ്ക്കുന്നുണ്ട് ഈ കളിക്കുന്നതിൻ്റെ ഒപ്പം. മിത്ര വരച്ച ജീവികളുടെ ചിത്രം കണ്ടല്ലോ. അപ്പം ഇത്രയൊക്കെ ജീവികളുടെ ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്. നമുക്കും ഇതുപോലെ കളിച്ചാലോ? പേര് പറയാതെ ജീവികളുടെ ശബ്ദമോ ചലനമോ അവതരിപ്പിക്കൂ. കൂട്ടുകാർ ജീവിയെ തിരിച്ചറിയട്ടെ. കണ്ടെത്തിയ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തി ചിത്രം വരച്ച് നിറവും നൽകൂ. അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമുള്ള പോലെ ഇതൊരു ഗെയിമാണ്. മിത്രയും കൂട്ടുകാരും കളിച്ചൊരു ഗെയിം കൂട്ടുകാരോടും കളിക്കാൻ പറയുന്നുണ്ട്. മിത്ര വരച്ചിട്ടുള്ള ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കളിക്കാം. അപ്പോൾ എന്താണ്? പേര് പറയാതെ ഒരു ജീവിയുടെ ശബ്ദമോ ചലനമോ അവതരിപ്പിക്കുക. അപ്പോൾ കൂട്ടുകാർ ആ ജീവി ഏതാണെന്ന് തിരിച്ചറിയും. എന്നിട്ട് അതിൻ്റെ പേര് എഴുതുകയും അതിൻ്റെ ചിത്രം വരച്ചൊരു പട്ടിക നിർമ്മിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടുകാർ നിങ്ങളുടെ സ്കൂളിലെ കൂട്ടുകാരുമായിട്ടൊന്ന് കളിച്ചിട്ട് എഴുതി നോക്കൂ കേട്ടോ. നിങ്ങളുടെ പട്ടികയിലെ ഏറ്റവും ചെറിയ ജീവി ഏതാണ്? ഏറ്റവും വലുതോ? പട്ടികയിലെ ജീവികളെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചെഴുതൂ. ചുറ്റുപാടുമുള്ള ചെറുജീവികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ എന്താണ്? കൂട്ടുകാർ എഴുതിയ പട്ടികയിൽ ഏറ്റവും ചെറിയ ജീവിയും ഏറ്റവും വലിയ ജീവിയും ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഏതാണെന്ന് കൂട്ടുകാർ എഴുതണം. അതേപോലെ പട്ടികയിലെ ജീവികളെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചിത്രം വരയ്ക്കേണ്ടത് എന്ന്, എളുപ്പത്തിൽ എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. അക്ഷര ചിത്രങ്ങളാണ് വരയ്ക്കാൻ അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതുപോലെ കൂടുതൽ ചിത്രങ്ങൾ വരച്ചു നോക്കൂ കേട്ടോ കൂട്ടുകാർ. അപ്പോൾ ചുറ്റുപാടുമുള്ള ചെറുജീവികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. നമ്മുടെ വിദ്യാലയ പരിസരത്തും ഉണ്ടാവില്ലേ അനേകം ചെറുജീവികൾ? ഇവ ഏതെല്ലാം? ഇവയ്ക്കെല്ലാം ഒരേ വലുപ്പമാണോ? നമുക്ക് കൂട്ടായി നിരീക്ഷിച്ചാലോ? നിരീക്ഷണത്തിന് ഹാൻഡ് ലെൻസ് കൂടി ഉപയോഗപ്പെടുത്തണേ. അപ്പം നമ്മുടെ എല്ലാ വിദ്യാലയത്തിൻ്റെ പരിസരത്തെല്ലാം ഇതേപോലെ അനേകം ചെറുജീവികൾ ഉണ്ടാവും. അവ ഏതൊക്കെയാണ് എന്ന് നമ്മളോട് ഒരു ലെൻസ് ഉപയോഗിച്ചിട്ട്, അതായത് ഹാൻഡ് ലെൻസ്, ചെറിയ ഹാൻഡ്സിൽ പിടിക്കാൻ പറ്റുന്ന പോലത്തെ ലെൻസ് ഉണ്ട്, അതിനാണ് നമ്മൾ ഹാൻഡ് ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് ഈ ചെറുജീവികളെയെല്ലാം കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ കൂട്ടമായിട്ട് കൂട്ടുകാരെല്ലാവരും കൂടെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള ചെറുജീവികളെ നമ്മളോട് എവിടെയെല്ലാം നിരീക്ഷിക്കാം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം മണ്ണിൽ, ചെടികളിൽ എന്നവിടെ തന്നിട്ടുണ്ട്. ഇനി എവിടെയൊക്കെ നമുക്ക് നിരീക്ഷിക്കാം? വേറെ എവിടെയൊക്കെ നമുക്ക് നിരീക്ഷിക്കാം? മരങ്ങളിൽ, പുഴത്തീരത്ത്, കുളം, വയൽ. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് നിരീക്ഷിച്ച് നോക്കാം അല്ലേ. അടുത്തതാണ് കണ്ടെത്തിയ ചെറുജീവികളുടെ പേരുകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മരത്തിലും പുഴത്തീരത്തും അതേപോലെ കുളത്തിലും വയലിലും മണ്ണിലെല്ലാം കണ്ടുപിടിച്ച ചെറുജീവികളുടെ പേരുകൾ പരിസര പഠന പുസ്തകത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഉത്തരം ഓന്ത്, ഒച്ച്, പഴുതാര, പുഴു, പാറ്റ, പല്ലി, ഉറുമ്പ്, തുമ്പി, പൂമ്പാറ്റ. ഇങ്ങനെയുള്ള ചെറുജീവികളെയെല്ലാമാണ് നമുക്ക് കണ്ടെത്താൻ കഴിയുക. കൂട്ടുകാർക്ക് ഇനിയും ഇതിൽ കൂടുതൽ ജീവികളെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് കൂടെ അവിടെ എഴുതി ചേർക്കണം കേട്ടോ.
അടുത്തതാണ് വിരൽ ചിത്രങ്ങൾ. മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ച ജീവികളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇതുപോലെ കൂടുതൽ ജീവികളുടെ ചിത്രങ്ങൾ വരയ്ക്കൂ. അപ്പോൾ അവിടെ കുറച്ച് ജീവികളുടെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണ്? മഷിയിൽ മുക്കിയ വിരലുകൾ കടലാസിൽ പതിപ്പിച്ച് വരച്ച ജീവികളുടെ ചിത്രങ്ങളാണ്. അപ്പോൾ ഇതുപോലെ കൂട്ടുകാരോടും കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർക്കുള്ള ഒരു വർക്കാണ് കേട്ടോ. അടുത്തതാണ് സവിശേഷതകളിലെ വൈവിധ്യം. താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതെന്ന് കണ്ടെത്തി എഴുതും. അപ്പോൾ അവിടെ കുറേ ജീവികളുടെ കുറച്ച് ശരീരഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ജീവികളുടെയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടെത്തി നോക്കിയാലോ. ആദ്യത്തെ ചിത്രം ആനയുടേതാണല്ലേ, ആനയുടെ കാലിൻ്റെ ചിത്രമാണല്ലേ അത്. അടുത്തത് മയിലിൻ്റെയാണ്, മയിലിൻ്റെ പീലികളാണല്ലേ ആ കാണുന്നത്. അടുത്തത് സീബ്രയുടെ ചിത്രമാണ്. പിന്നീട് കോഴിയുടെ കാല് പോലെയുള്ളതാണ്. അപ്പോൾ കോഴിയുടെ ചിത്രം തന്നെയാണ് അത്. അപ്പോൾ ആനയുടെ, മയിലിൻ്റെ, സീബ്രയുടെ, കോഴിയുടെ എല്ലാം ശരീരഭാഗങ്ങളാണ് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. അടുത്തത് ഏതെല്ലാം വിധത്തിലാണ് ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അപ്പം നിറങ്ങൾ, പുള്ളികൾ, അതേപോലെ വലിപ്പം, ആകൃതി, ഇങ്ങനെയുള്ള വിധത്തിലൊക്കെയാണല്ലേ ഇവയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അടുത്തത് നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ? കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികൾ ഏതൊക്കെ? പുള്ളികൾ കണ്ടാലോ? അപ്പം നമ്മളോട് ചോദിക്കുന്നുണ്ട് നിറം കണ്ട് തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളുണ്ടോ, അതുപോലെ കൊമ്പുകൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? കൊമ്പ് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ജീവികളാണ് ആന, പശു, മാനെല്ലാം. അതേപോലെ പുള്ളികൾ കണ്ടാൽ നമുക്ക് പുലി, കടുവ എന്ന് പറയുന്ന ജീവികളെല്ലാം തിരിച്ചറിയാൻ പറ്റും അല്ലേ. അടുത്തതാണ് ആകൃതിയിലും വലുപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയ സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നു. അപ്പോൾ എന്തൊക്കെ വ്യത്യസ്തതയാണ് ഓരോ ജീവികളും പുലർത്തുന്നത്? ആകൃതിയിലും വലുപ്പത്തിലും നിറത്തിലും കൊമ്പ്, നഖം, പുള്ളികൾ, വരകൾ തുടങ്ങിയവയെല്ലാം സവിശേഷതകളിലും ഓരോ ജീവിയും വ്യത്യസ്തത പുലർത്തുന്നുണ്ടല്ലേ. അടുത്തതാണ് കടലിലെ ജീവികൾ. പലതരം മീനുകൾ കടലിലുണ്ടെന്ന് അറിയാമല്ലോ. അപ്പം നമ്മൾ തന്നെ ഒരുപാട് കടലിലുള്ള മീനുകളെ കണ്ടിട്ടുണ്ട് അല്ലേ. പലതരത്തിലുള്ളത് മീനുകളുടെ മാത്രമല്ല മറ്റനേകം ജീവികളുടെയും വാസസ്ഥലമാണ് കടൽ. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ കടലിലുണ്ട്. ഏതെല്ലാം കടൽ ജീവികളെ നിങ്ങൾക്കറിയാം? കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതൂ. ചില കടൽ ജീവികളുടെ ചിത്രങ്ങൾ നോക്കാം. അപ്പം എന്താണ്? ഒരുപാട് ജീവികൾ കടലിലുണ്ട്. കരയിലുള്ളതിനേക്കാൾ കൂടുതൽ ജീവികൾ എന്താണ്? കടലിലുണ്ടല്ലേ. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് കടലിലുള്ള ജീവികളുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്താണ്? കടൽ കുതിര, പിന്നെ കടൽ മുള്ളൻ പന്നിയാണ് കൊടുത്തിട്ടുള്ളത്, പിന്നെ കടൽ വെള്ളരി കൊടുത്തിട്ടുണ്ട്, അതുപോലെ കടൽ പശു കൊടുത്തിട്ടുണ്ട് അല്ലേ. അടുത്തത് ഇത്തരം പേരുകൾ ഈ കടൽ ജീവികൾക്ക് ലഭിക്കാൻ കാരണം എന്തായിരിക്കും? അപ്പോൾ ഇത്തരത്തിലുള്ള പേരുകൾ ഈ കടൽ ജീവികൾക്ക് ലഭിക്കാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഇതിലെ ജീവികൾക്ക് കരയിലെ ഇത്തരത്തിലുള്ള ജീവികളുമായി സാദൃശ്യമുള്ളതിനാലായിരിക്കാം അല്ലേ. അടുത്തതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം കടലിലാണ് ജീവിക്കുന്നത്. ഇത് മീൻ വർഗത്തിൽപ്പെട്ട ജീവിയല്ല, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം. അപ്പം നീലത്തിമിംഗലം എന്ന് പറയുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ ജീവിയാണ്. അത് കടലിലാണ് ജീവിക്കുന്നത്. ഇതിൽ മീൻ വർഗത്തിൽപ്പെട്ടതല്ല, കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ജീവിയാണ് നീലത്തിമിംഗലം. അപ്പോൾ ഒരുപാട് മീനുകൾ എന്താണ് മുട്ടയിട്ട് പെരുകുകയാണല്ലേ ചെയ്യുക. അപ്പോൾ ഇത് അതുപോലെയുള്ള ഒരു മീനല്ല. അപ്പോൾ ഇത് മീൻ വർഗത്തിൽപ്പെട്ടതല്ല. കാരണം എന്താണ്? ഇത് കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയാണല്ലേ ചെയ്യുന്നത്. അടുത്തതാണ് പലവിധം അങ്ങനെ സഞ്ചാരം. അപ്പം നമുക്ക് അവിടെ ഒരു കുറച്ച് ജീവികളുടെ രൂപങ്ങൾ ഉണ്ടാക്കിയത് കൊടുത്തിട്ടുണ്ടല്ലേ. അത് പേപ്പറായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് താഴെ ചോദ്യം കൊടുത്തിട്ടുണ്ട് ഏതെല്ലാം ജീവികളുടെ രൂപങ്ങളാണ് ചിത്രത്തിലുള്ളത്. അപ്പോൾ ഏതൊക്കെ ജീവികളുടെ രൂപങ്ങളാണുള്ളത്? പ്രാവ്, തവള, പാമ്പ്, മീൻ ഇത്തരത്തിലുള്ള ജീവികളുടെ ചിത്രങ്ങളാണല്ലോ അവിടെ കൊടുത്തിട്ടുള്ളത്. കടലാസ് മടക്കി ഇവ നിർമ്മിക്കുക. അപ്പോൾ കൂട്ടുകാരോട് കടലാസ് മടക്കിയിട്ട് ഇതുപോലെ നിർമ്മിക്കാൻ പറയുന്നുണ്ട്. രൂപങ്ങൾ ചലിപ്പിച്ച് അവയുടെ സഞ്ചാരവും അവതരിപ്പിക്കൂ. എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? എല്ലാ ജീവികളും ഒരേ വിധത്തിലാണോ സഞ്ചരിക്കുന്നത്? അല്ല അല്ലേ. സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്തു. അപ്പോൾ ചിലർ നടക്കുന്നവരുണ്ട്, പറക്കുന്നവരുണ്ട്, അതേപോലെ ഒരുപാട് ജീവികൾ ഒരുപാട് അടിസ്ഥാനത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യം നടക്കുന്ന ജീവികളുടെ പേരാണ് ആന, കുതിര, മാൻ. പിന്നെ ഇഴയുന്നവയുണ്ടല്ലേ. ഇഴയുന്നവയിൽ പെടുന്നതാണ് പാമ്പ്, പുഴു, പഴുതാര. അടുത്തത് പറക്കുന്നവയിൽ പെടുന്നതാണ് തത്ത, കാക്ക, തുമ്പി. നീന്തുന്നവയുണ്ടല്ലേ. നീന്തുന്നതാണ് മീനൊക്കെ അല്ലേ. പിന്നെ ഏതൊക്കെ നീന്തുന്ന ജീവികളാണുള്ളത്? മുതല, ആമ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പട്ടിക പൂർത്തിയാക്കേണ്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് എഴുതിയെടുത്തോളൂ കേട്ടോ.
അടുത്തതാണ് മറ്റേതെങ്കിലും രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികളുണ്ടോ? തവള, പുൽച്ചാടി തുടങ്ങിയ ജീവികളുടെ സഞ്ചാര രീതി നിരീക്ഷിക്കൂ. അപ്പോൾ തവളയും പുൽച്ചാടിയൊക്കെ എങ്ങനെയാണ്? ചാടി ചാടി സഞ്ചരിക്കുന്ന ജീവികളാണല്ലേ. അപ്പോൾ അതുപോലെയും സഞ്ചരിക്കുന്ന ജീവികളുണ്ടല്ലേ നമുക്ക് ചുറ്റും. ജീവികളുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകളും സഞ്ചാര രീതിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ ഓരോ ജീവികൾ സഞ്ചരിക്കുന്ന രീതിയും അവരുടെ ശരീരത്തിൻ്റെ സവിശേഷതകളും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആദ്യം നമുക്ക് അവിടെ കുതിര തന്നിട്ടുണ്ട് ല്ലേ. കുതിരയുടെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ്? പിന്നിലേക്ക് മടക്കാവുന്ന 4 കാലുകളുള്ള ഒരു ജീവിയാണ് കുതിര. അടുത്തത് അതിൻ്റെ സഞ്ചാര രീതി എന്താണ്? അത് നടക്കുകയും ഓടുകയും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ പിന്നിലേക്ക് മടക്കാവുന്ന 4 കാലുകൾ ഉപയോഗിച്ച് അത് നടക്കുകയും ഓടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സഞ്ചാര രീതിയും ശരീരത്തിൻ്റെ സവിശേഷതകളും തമ്മിലുള്ള പ്രത്യേകത. അടുത്തത് നമുക്ക് അവിടെ 3 ജീവികൾ കൊടുത്തിട്ടുണ്ട്. പാമ്പ്, പ്രാവ്, മീൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരീരത്തിൻ്റെ സവിശേഷതയും സഞ്ചാര രീതിയും തമ്മിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പാമ്പിൻ്റെ ശരീര സവിശേഷത എന്താണ്? കൈകാലുകൾ ഇല്ല, ചെറിയ സ്ഥലങ്ങളിൽ പോലും നുഴഞ്ഞു കയറാൻ പറ്റുന്നു. അതിൻ്റെ സഞ്ചാര രീതി ഇഴഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ശരീര സവിശേഷതയും സഞ്ചാര രീതിയും തമ്മിലുള്ള ബന്ധം. അടുത്തത് എന്താണ്? പ്രാവാണല്ലേ. പ്രാവിൻ്റെ ശരീരത്തിൻ്റെ സവിശേഷതയാണ് കൂർത്ത ചുണ്ട്, വിടർന്ന ചിറകുകൾ. അതിൻ്റെ സഞ്ചാര രീതി പറക്കുന്നവയാണ്, നടക്കുന്നവയാണ്. അതുപോലെ തന്നെ മീനിൻ്റേതാണ് ശകലങ്ങളോട് കൂടിയ ശരീരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സഞ്ചാര രീതി എന്താണ്? നീന്തുന്നതാണല്ലേ. അടുത്തത് താറാവിൻ്റെ സഞ്ചാര രീതി നിരീക്ഷിക്കൂ. അപ്പോൾ അവിടെ താറാവിൻ്റെ സഞ്ചാര രീതി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത്തരത്തിൽ ഒന്നിലധികം രീതികളിൽ സഞ്ചരിക്കുന്ന ജീവികൾ നമ്മൾ തയ്യാറാക്കിയ പട്ടികയിലുണ്ടോ? ഇതുപോലെ ഒന്നിലധികം രീതിയിൽ സഞ്ചരിക്കുന്ന ജീവികൾ നമ്മൾ തയ്യാറാക്കിയ പട്ടികയിലുണ്ടോ എന്ന് നോക്കൂട്ടോ. കൂട്ടുകാരുണ്ടെങ്കിൽ ഉണ്ട് എന്നും ആ ജീവികളുടെ പേരും എഴുതണം. അടുത്തതാണ് കൂടുതൽ ജീവികളുടെ സഞ്ചാര രീതി കണ്ടെത്തി എഴുതൂ. കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് പട്ടിക വിപുലീകരിക്കൂ. അപ്പോൾ കൂടുതലായിട്ട് ജീവികളുടെ സഞ്ചാര രീതി കണ്ടെത്തുകയും അത് കൂട്ടുകാരുമായി ചർച്ച ചെയ്ത ഒരു പട്ടിക വിപുലീകരിക്കാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ജീവിക്കും അതിൻ്റെ ശരീരത്തിൻ്റെയും വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾ അനുസരിച്ചുള്ള സഞ്ചാര രീതിയാണുള്ളത്. അപ്പോൾ എന്താണ്? നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവികൾക്കും അതിൻ്റെ ശരീരത്തിൻ്റെയും വസിക്കുന്ന ചുറ്റുപാടിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചുള്ള സഞ്ചാര രീതിയാണുള്ളത്. അടുത്തതാണ് ആഹാരവും പലവിധം. അപ്പോൾ ഓരോ ജീവികൾക്കും ആഹാരശീലവും പലവിധമാവും. ഉറുമ്പുകളും ചെറുപ്രാണികളുമാണ് എൻ്റെ ഇഷ്ടഭക്ഷണം. അതാരാണ് പറയുന്നത്? പുൽച്ചാടിയാണല്ലേ പറയുന്നത്. അടുത്തത് എന്താണ്? പൂമ്പാറ്റ പറയുന്നത്. പൂക്കളിലെ മധുരമൂറുന്ന തേനാണ് എനിക്കിഷ്ടമെന്നാണ് പൂമ്പാറ്റ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ ജീവികളുടെയും ആഹാരശീലങ്ങൾ പലവിധമാണ്. അടുത്തതാണ് തൊടുകയ്യൻ പ്രാണിയും പൂമ്പാറ്റയും പറയുന്നത് വായിച്ചല്ലോ. ഇതുപോലെ മറ്റു ജീവികളുടെ ആഹാരം ഏതെന്ന് കണ്ടെത്തി എഴുതും. അപ്പോൾ നമുക്ക് ഒരുപാട് ജീവികളുടെ പേരുകൾ അവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ആഹാരശീലങ്ങൾ നമ്മളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പശു എന്തൊക്കെയാണ് കഴിക്കുന്നത്? പുല്ല്, ധാന്യങ്ങൾ. കാക്ക ഇല, മീൻ, ഇറച്ചി. ആന കരിമ്പ്, പന. അണ്ണാൻ പഴങ്ങൾ, വിത്തുകൾ. കോഴി പുഴു, ചെടികൾ, ഭക്ഷണ സാധനം. പരുന്ത് കോഴി, പഴങ്ങൾ. പൊന്മാൻ കഴിക്കുന്നത് മീനാണ്. തവള പ്രാണികൾ, പുൽച്ചാടികളാണ് കഴിക്കുന്നത്. കടുവ കഴിക്കുന്നത് മാൻ, മുയൽ, ആട്. പുലി, മാൻ, കുറുക്കൻ. അപ്പോൾ ഇങ്ങനെയുള്ള ജീവികളുടെയും അതിൻ്റെ ആഹാരശീലങ്ങളുമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് താഴെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇതിൽ ഏതൊക്കെ ജീവികളാണ് സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നത്? അപ്പോൾ സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ജീവികൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? പശു, ആന, അണ്ണാൻ, പുൽച്ചാടി, മാൻ ഇവയൊക്കെ സസ്യങ്ങൾ മാത്രമാണ് കഴിക്കുന്നത്. അടുത്തത് മാംസം മാത്രം ഭക്ഷിക്കുന്ന ജീവികൾ ഏതെല്ലാം എന്ന് ചോദിക്കുന്നുണ്ട്. ഉത്തരം കടുവ, പുലി. മൂന്നാമത്തെ ചോദ്യമാണ്, സസ്യാഹാരവും മാംസാഹാരവും കഴിക്കുന്ന ജീവികളുണ്ടോ? ഏതെല്ലാം? അങ്ങനെയുള്ള ജീവികളുണ്ടല്ലേ. അപ്പോൾ ഏതൊക്കെയാണത്? കോഴി, കാക്ക, പരുന്ത് ഇവയൊക്കെ മാംസാഹാരം സസ്യാഹാരം കഴിക്കുന്നവയാണ്. അടുത്തതാണ്, സസ്യഭാഗങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ സസ്യാഹാരികൾ എന്നും മാംസം മാത്രം ആഹാരമാക്കുന്നവയെ മാംസാഹാരികൾ എന്നും വിളിക്കാം. സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയാണ് മിശ്രാഹാരികൾ. അപ്പോൾ എന്തൊക്കെയാണ്? സസ്യങ്ങൾ മാത്രം ആഹാരമാക്കുന്നവയെ നമ്മൾ സസ്യാഹാരികൾ എന്നും മാംസം മാത്രം ആഹാരമാക്കുന്നവയെ നമ്മൾ മാംസാഹാരികൾ എന്നും വിളിക്കുന്നുണ്ട്. അതുപോലെ സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവയാണ് മിശ്രാഹാരികൾ.
അടുത്തതാണ് താഴെ നൽകിയ ജീവികളുടെ ചിത്രത്തിനു സമീപത്തുള്ള വട്ടത്തിൽ സൂചനകൾക്കനുസരിച്ച് നിറം നൽകൂ. അപ്പം നമ്മളോട് കുറച്ച് ജീവികളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിട്ടുണ്ട്. അതിന് ഏതൊക്കെ ആഹാരങ്ങളാണ് കഴിക്കുന്നത് എങ്കിൽ അതിനനുസരിച്ച് നമ്മളോട് ആ നിറങ്ങൾ നൽകാനാണ് പറയുന്നത്. അപ്പം മാംസാഹാരികളാണെങ്കിൽ നമ്മൾ മഞ്ഞ നിറവും, മിശ്രാഹാരികളാണെങ്കിൽ പച്ച നിറവും, സസ്യാഹാരികളാണെങ്കിൽ ചുവപ്പ് നിറവുമാണ് നൽകേണ്ടത്. അപ്പം നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം നമുക്ക് തന്നിട്ടുള്ളത് പശുവിൻ്റെ ചിത്രമാണ്. പശു എന്താണ്? സസ്യാഹാരിയാണല്ലേ. അപ്പോൾ നമ്മളവിടെ ചുവപ്പ് നിറം കൊടുത്തിട്ടുണ്ട്. അടുത്തത് മാനും സസ്യാഹാരിയാണ്. അപ്പോൾ അതിനും നമ്മൾ ചുവപ്പ് നിറം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് കോഴി എന്താണ്? മിശ്രാഹാരികളാണല്ലേ. രണ്ടും കഴിക്കും അല്ലേ, മാംസവും കഴിക്കും സസ്യവും കഴിക്കും. അതുകൊണ്ട് തന്നെ നമ്മളവിടെ പച്ച നിറമാണ് നൽകിയിട്ടുള്ളത്. അടുത്തത് കടുവയാണ്. കടുവ അവിടെ എന്താണ്? യെല്ലോ നിറമാണല്ലേ കൊടുത്തിട്ടുള്ളത്. കാരണം എന്താണ്? അത് മാംസാഹാരിയാണല്ലേ. അടുത്തത് തവളയ്ക്ക് നമ്മൾ പച്ച നിറമാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അത് മിശ്രാഹാരിയാണ്. അടുത്തത് എന്താണ്? തേനീച്ചയാണ് അല്ലേ. തേനീച്ചക്ക് നമ്മൾ എന്താണ് കൊടുത്തിട്ടുള്ളത്? സസ്യാഹാരികളുടെ തന്നെയാണ്, ചുവപ്പ് നിറം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതാണ് എന്ത്? പോത്തിനും നമ്മൾ എന്താണ്? സസ്യാഹാരികളുടെ ചുവപ്പ് നിറം തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ചിത്രശലഭവും എന്താണ്? സസ്യാഹാരി തന്നെയാണ്. അതുപോലെ തന്നെ എലിക്കും നമ്മൾ ചുവപ്പ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. കാരണം അതും എന്താണ്? സസ്യാഹാരി തന്നെയാണ്. അടുത്തതാണ് പല്ലി എന്താണ്? മിശ്രാഹാരിയാണ്. അപ്പോൾ അതിന് പച്ച നിറമാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ആ ഒരു വട്ടത്തിനുള്ളിൽ നല്ല വൃത്തിയിൽ ഓരോന്നിൻ്റെ നിറം തന്നെ നൽകണം കേട്ടോ. അടുത്തതാണ് കൂടുതൽ ജീവികളുടെ പേരുകൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കുക. അപ്പോൾ നമ്മളോട് സസ്യാഹാരികളുടെ കൂടുതൽ ജീവികളുടെ പേര്, മാംസാഹാരികളുടെ, മിശ്രാഹാരികളുടെ എല്ലാം പേരുകൾ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ സസ്യാഹാരികൾ നോക്കാം. പശു, ആട്, മുയൽ, മാൻ, പുൽച്ചാടി. മാംസാഹാരികൾ ഏതൊക്കെയാണ്? സിംഹം, പുലി, കടുവ. മിശ്രാഹാരികൾ കാക്ക, പരുന്ത്, കോഴി. അപ്പോൾ കൂട്ടുകാർക്ക് ഇനിയും ജീവികളുടെ പേരുകൾ കിട്ടുമെങ്കിൽ ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കാട്ടോ. അടുത്തതാണ് ജീവികളുടെ ആഹാര രീതിയും ശാരീരിക സവിശേഷതകളും തമ്മിൽ ബന്ധമുണ്ടോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എഴുതൂ. അപ്പോൾ എന്താണ്? ജീവികളുടെ ആഹാര രീതിയും ശാരീരിക സവിശേഷതകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ജീവികളുടെ ആഹാര രീതിയും ശാരീരിക സവിശേഷതയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണല്ലേ. അടുത്തതാണ് ചിത്രങ്ങൾ നോക്കൂ. ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾക്ക് ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായിക്കുന്നത്? എങ്ങനെ? അപ്പോൾ ഇതിൽ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. താറാവിൻ്റെ, പരുന്തിൻ്റെ, തവളയുടെ, സിംഹത്തിൻ്റെ എല്ലാം ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളിലെ ജീവികളുടെ എല്ലാം ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായിക്കുന്നത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. താറാവിൻ്റെ ചുണ്ടാണ് ആഹാരം പിടിക്കാനായിട്ട് സഹായിക്കുന്നത്. പരുന്തിൻ്റെ ചുണ്ട്, കാലുകൾ, തവളയുടെ നാവ്, സിംഹത്തിൻ്റെ പല്ല്, നഖം. അപ്പോൾ ഈ ജീവികളുടെ എല്ലാം ഈ ശരീരഭാഗങ്ങളൊക്കെയാണ് അവയുടെ ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായകരമാകുന്നത്. അടുത്തതാണ് മാംസാഹാരികൾ കൂർത്ത നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നു. കൂർത്തു മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ച് ഇരയെ കടിച്ചു കീറുന്നു. മാംസാഹാരികളായ പക്ഷികൾക്ക് ഞങ്ങളുടെ ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകൾ കൊണ്ട് ഇരയെ കൊത്തിയെടുത്ത് ആഹാരമാക്കാൻ കഴിയുന്നു. അപ്പോൾ ഇതൊക്കെ ആരാണ് പറയുന്നത്? അപ്പോൾ സിംഹമാണല്ലേ ആദ്യം പറയുന്നത്. മാംസാഹാരികൾ കൂർത്ത നഖങ്ങൾ ഇരയെ കീഴ്പ്പെടുത്താൻ പ്രയോജനപ്പെടുത്തുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിംഹം ഒരു മാംസാഹാരിയാണ്. അപ്പോൾ കൂർത്ത് മൂർച്ചയേറിയ പല്ലുകൾ ഉപയോഗിച്ചാണ് മാംസാഹാരികൾ ഇരയെ കടിച്ചു കീറുന്നത് അല്ലേ. അടുത്തതാണ് പരുന്ത്. എന്താണ് പറയുന്നത്? മാംസാഹാരികളായ പക്ഷികൾക്ക് തങ്ങളുടെ ബലമുള്ളതും കൂർത്തതുമായ ചൂണ്ടുകൾ കൊണ്ടാണ് അവയെ ഇരയെ തേടിയെടുക്കുന്നത്. അതുപോലെ കൊത്തിയെടുത്ത് ആഹാരമാക്കുന്നതും അവയെന്താണ്? അവയുടെ ബലമുള്ളതും കൂർത്തതുമായ ചുണ്ടുകൾ കൊണ്ട് തന്നെയാണ്. ബലമേറിയ കാലുകളും കൂർത്തു വളഞ്ഞ നഖങ്ങളും ഇവയെ ആഹാര സമ്പാദ്യത്തിന് സഹായിക്കുന്നു. അപ്പോൾ ആഹാര സമ്പാദ്യത്തിന് ബലമേറിയ കാലുകളും കൂർത്തു വളഞ്ഞ നഖങ്ങളും സഹായിക്കുന്നുണ്ട്. അടുത്തതാണ് സസ്യഭാഗങ്ങൾ ചവച്ചരയ്ക്കുന്നതിന് അനുയോജ്യമായ ഘടനയാണ് സസ്യാഹാരികളായ ജീവികളുടെ പല്ലുകൾക്കുള്ളത്. സസ്യാഹാരികളായ ജീവികൾക്ക് സസ്യങ്ങളൊക്കെ ചവച്ചരയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള പല്ലുകളാണുള്ളത്. പല രൂപം ഒരു ജീവിതം. മിത്ര മുറ്റത്ത് കളിക്കുകയായിരുന്നു. ചെടിയിൽ കുറേ ഇളം മഞ്ഞ മുത്തുകൾ. മിത്ര അമ്മയെ വിളിച്ചു. അമ്മ ഇലകൾ നോക്കി. അപ്പം എന്താണ്? മിത്ര മുറ്റത്ത് കളിക്കുകയായിരുന്നല്ലേ. അപ്പം ചെടിയിലെ ഇലകളിൽ ഒരു ഇളം മഞ്ഞ മുത്തുകൾ ഉണ്ടല്ലേ. അത് ആ ചിത്രത്തിൽ കൊടുത്തതുപോലെ. അപ്പോൾ അവൾക്ക് എന്താണെന്ന് അറിയാതെ അവൾ അമ്മയെ വിളിക്കുകയാണ്.
ഇതു ചിത്രശലഭത്തിന്റെ മുട്ടയാ മോളെ. മുട്ടയിൽ നിന്ന് പൂമ്പാറ്റ വിരിഞ്ഞിറങ്ങുന്നതായി അവൾ കാത്തിരുന്നു. പക്ഷെ അവൾ കണ്ടത് പുഴുക്കളെയാണ്. ഈ മുട്ടകൾ പൂമ്പാറ്റയുടേതല്ലമ്മേ. മോളെ, ഈ പുഴുക്കളാണ് പൂമ്പാറ്റകളായി മാറുന്നത്. ഇവയെ ലാർവ എന്നാണ് പറയുന്നത്. മിത്രയ്ക്ക് കൗതുകമായി. തുടർന്നുള്ള ദിവസങ്ങളിൽ പുഴുവിനുണ്ടായ മാറ്റങ്ങൾ അവൾ ക്യാമറയിൽ പകർത്തി. അപ്പം എന്താണ്? ഇത് ചിത്രശലഭത്തിന്റെ മുട്ടയാണ് എന്ന് അമ്മ പറയും ചെയ്തു. പക്ഷെ അതിൽ നിന്ന് വിരിഞ്ഞത് എന്താണ്? പുഴുക്കളാണല്ലേ. അപ്പോൾ ഈ മുട്ടകൾ പൂമ്പാറ്റയുടേതല്ലമ്മേ. മോളെ, ഈ പുഴുകളാണ് പൂമ്പാറ്റകളായി മാറുന്നത് എന്ന് അമ്മ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ ഇവയെ ലാർവ എന്നാണ് പറയുന്നത് എന്നും പറഞ്ഞു കൊടുത്തു. മിത്രയ്ക്ക് അത് കൗതുകമായല്ലേ. അപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ പുഴുവിനുണ്ടായ മാറ്റങ്ങളെല്ലാം അവൾ ക്യാമറയിൽ പകർത്തിയല്ലേ. ചിത്രം നിരീക്ഷിക്കൂ. ഓരോ ഘട്ടത്തിൻ്റെയും പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതൂ. പ്രത്യേകതകൾ എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. അപ്പോൾ ഇത് കൂട്ടുകാർക്കുള്ള ചെറിയൊരു വർക്കാണ്. അപ്പോൾ പൂമ്പാറ്റ എങ്ങനെയാണ് വിരിഞ്ഞുണ്ടാവുന്നത് എന്ന് കൂട്ടുകാർ ആ ഒരു സൈക്കിൾ നോക്കിയിട്ട് അതിനെന്താണ് പേര് പറയുന്നത് എന്നൊന്ന് എഴുതി നോക്കൂ. അവിടെ പ്യൂപ്പയും ലാർവയും തന്നിട്ടുണ്ട്. ബാക്കിയുള്ളതാണ് എഴുതേണ്ടത്. അവസാനത്തേത് പിന്നെ നമുക്ക് പൂമ്പാറ്റയാണെന്ന് അറിയാമല്ലേ. അപ്പോൾ ആദ്യത്തേത് എന്താവുമെന്ന് കൂട്ടുകാരൊന്ന് നോക്കി നോക്കൂട്ടോ. അതിൻ്റെ പേര് കൂട്ടുകാരൊന്ന് കണ്ടുപിടിക്കൂ. എന്നിട്ട് അതിൻ്റെ പ്രത്യേകതകൾ നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിലും ഒന്ന് എഴുതി നോക്കൂട്ടോ. നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. കറിവേപ്പിൻ്റെയും മറ്റും ഇലകളുടെ അടിയിൽ നിരീക്ഷിച്ചാൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശലഭമുട്ടകൾ കണ്ടെത്താൻ കഴിയും. അപ്പോൾ കൂട്ടുകാർക്ക് ശലഭമുട്ടകൾ കാണണമെങ്കിൽ കറിവേപ്പിൻ്റെയും മറ്റു ഇലകളുടെയും അടിയിൽ ഒന്ന് നിരീക്ഷിച്ച് നോക്കൂട്ടോ. അപ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ശലഭമുട്ടകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പൂമ്പാറ്റയ്ക്ക് നിറം നൽകാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു പൂമ്പാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പൂമ്പാറ്റയ്ക്ക് കൂട്ടുകാരെല്ലാവരും ഭംഗിയായിട്ട് നല്ല നിറം കൊടുത്തു നോക്കൂട്ടോ. അടുത്തത് നമുക്ക് അവിടെ 2 പൂമ്പാറ്റകളുടെ ചിത്രം നൽകിയിട്ടുണ്ടല്ലേ. ഈ പൂമ്പാറ്റകളെ നോക്കൂ. ചിറകുകളിലെയും നിറവിന്യാസം ഒരുപോലെയല്ലേ. നിങ്ങൾ നിറം നൽകിയ പൂമ്പാറ്റയ്ക്കോ? അപ്പോൾ ഈ 2 പൂമ്പാറ്റകളുടെ ചിത്രങ്ങളും കൂട്ടുകാരെല്ലാവരും നന്നായി നോക്കുക. എന്നിട്ട് 2 ചിറകുകളിലെയും നിറവിന്യാസം ഒരുപോലെയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപോലെയാണോ? അതുപോലെ തന്നെ നിങ്ങൾ നിറം നൽകിയ പൂമ്പാറ്റയ്ക്ക് എങ്ങനെയായിരുന്നു നിറവിന്യാസം? എല്ലാ പൂമ്പാറ്റകളുടെയും ചിറകുകളും ഒരുപോലെയാണോ? നിങ്ങളുടെ പരിസരത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് കണ്ടെത്തലുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അപ്പോൾ ഒരുപോലെയല്ല അല്ലേ. ഓരോ പൂമ്പാറ്റകൾക്കും അതിൻ്റേതായ വ്യത്യാസമുണ്ടല്ലേ. പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഓരോ ഇനത്തിനും പേരുകൾ നൽകിയിട്ടുണ്ട്. പൂമ്പാറ്റകൾക്കും പേരോ? അപ്പോൾ എന്താണ് അവിടെ ഒരു കുട്ടി പറയുന്നുണ്ടല്ലേ, പൂമ്പാറ്റകളെ തിരിച്ചറിയുന്നതിനായി ഓരോ ഇനത്തിനും പേരുകൾ നൽകിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, പൂമ്പാറ്റകൾക്കും പേരോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അതെ, പൂമ്പാറ്റകൾക്കും പേരുകളുണ്ടല്ലേ. കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭം ഗരുഡശലഭവും ചെറുത് രത്നനീലിയുമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ബുദ്ധമയൂരിയുമാണ്. അപ്പോൾ എന്താണ് കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭത്തിൻ്റെ പേരെന്താണ്? ഗരുഡശലഭം എന്നാണ്. ചെറുതിൻ്റെ പേര് രത്നനീലിയുമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭം ഏതാണ്? അതെ, ബുദ്ധമയൂരിയാണല്ലേ. അപ്പോൾ ചിത്രശലഭങ്ങൾക്കും ഒരുപാട് പേരുകളുണ്ട് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില പൂമ്പാറ്റകളുടെ ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചില പൂമ്പാറ്റകളുടെ ചിത്രങ്ങളും അവരുടെ പേരുകളും നൽകിയിട്ടുണ്ട്. ആദ്യത്തേത് ഏതാണ്? തീച്ചിറക്കനാണല്ലേ. രണ്ടാമത്തേത് നാട്ടുകോമാളി എന്നാണ്. മൂന്നാമത്തേത് നീലക്കടുവ. അതിന് താഴെയുള്ളത് ചക്കരശലഭം എന്നും പുള്ളിക്കുറുമ്പൻ, അതേപോലെ അത് ലാസ്റ്റ് കൊടുത്തിട്ടുള്ളത് നാരങ്ങക്കാളി എന്നുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന ചില പൂമ്പാറ്റകൾ. ഇനിയും ഒരുപാട് പൂമ്പാറ്റകൾ ഉണ്ടല്ലേ. അടുത്തത് നിങ്ങളുടെ പ്രദേശത്തുള്ള പൂമ്പാറ്റകളെ നിരീക്ഷിച്ച് പേരുകൾ കണ്ടെത്തി എഴുതൂ. അപ്പോൾ കൂട്ടുകാരുടെ പ്രദേശത്തുള്ള പൂമ്പാറ്റകളുടെ പേരുകളെല്ലാം കണ്ടെത്തി എഴുതൂ കേട്ടോ. അടുത്തതാണ് പൂമ്പാറ്റകൾ 2 തരത്തിൽ സസ്യങ്ങളെ ആശ്രയിക്കുന്നു. അപ്പോൾ പൂമ്പാറ്റകൾ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് 2 തരത്തിലാണ്. മുട്ടയിടാനും ആഹാരത്തിനും. നാരകക്കാളി ശലഭം സാധാരണയായി മുട്ടയിടുന്നത് നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ്. ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ ഇലകളാണ്. ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയവയുടെ പൂക്കളിൽ നിന്നാണ്. അപ്പോൾ എന്താണ്? നാരകക്കാളി എന്ന് പറയുന്ന ശലഭം സാധാരണയായി മുട്ടയിടുന്നത് നാരകം, പാണൽ എന്നീ സസ്യങ്ങളിലാണ്. ഇവയുടെ പുഴുക്കൾ ഭക്ഷ്യമാക്കുന്നത് ഈ ചെടികളുടെ ഇലകളാണ് അല്ലേ. ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി, മന്ദാരം, മുസാന്ത തുടങ്ങിയ ചെടികളിൽ നിന്നാണല്ലേ. അപ്പോൾ നാരകക്കാളി എന്ന് പറയുന്ന ചിത്രശലഭത്തിൻ്റെ സവിശേഷതയാണ് അവിടെ പറയുന്നത്.
അടുത്തത് വിദ്യാലയത്തിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ കൃഷ്ണകിരീടം, കിലുക്കി, കറിവേപ്പ്, നാരകം, അരളി തുടങ്ങി ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കൂ. ഏതെല്ലാം ശലഭങ്ങളാണ് ഉദ്യാനത്തിലെത്തുന്നതെന്ന് നിരീക്ഷിക്കൂ. അപ്പം നമ്മുടെ വിദ്യാലയത്തിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ കൃഷ്ണകിരീടം, കിലുക്കി, അതേപോലെ കറിവേപ്പ്, നാരകം, അരളി തുടങ്ങിയ ശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിക്കാനും അത് ഏതൊക്കെ ചിത്രശലഭങ്ങളാണ് ഉദ്യാനത്തിൽ എത്തുന്നത് എന്ന് നിരീക്ഷിക്കാനുമാണ് പറയുന്നത്. നമുക്ക് അവിടെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് അല്ലേ. എത്രമാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്, അവ എവിടെയെല്ലാം വസിക്കുന്നു എന്നത് നമ്മളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ എവിടെയൊക്കെയാണ് അവ വസിക്കുന്നത്? കാട്, കുളം, വയൽ, പുഴ, മരത്തിൽ, ചെടിയിൽ ഒക്കെ വസിക്കുന്നുണ്ട് അല്ലേ ഒരുപാട് ജീവികൾ. അടുത്തതാണ് ഇവയില്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണല്ലോ. ജീവികൾ വസിക്കുന്ന ഈ ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അപ്പോൾ ഭൂമി എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതിനായിട്ട് ജീവികൾ വസിക്കുന്ന ഈ ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതിനായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരെണ്ണം അവിടെ നൽകിയിട്ടുണ്ട് അല്ലേ, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിലൂടെ ഒരുപാട് ജീവികൾ നശിക്കുന്നുണ്ട്. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ജീവികളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കും. അതുപോലെ പോയിന്റുകൾ ഏതൊക്കെയാണ്? പിന്നെ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കാൻ പറ്റുക? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, മരങ്ങൾ ചെടികൾ നശിപ്പിക്കാതിരിക്കുക, വയൽ, കുളം, പുഴകൾ ഇല്ലാതാക്കാതിരിക്കുക. അപ്പം ഇങ്ങനെയെല്ലാം നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികളെ സംരക്ഷിക്കാനായി സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാ പോയിന്റുകളും അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ പാഠഭാഗം നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്ത പാഠഭാഗവുമായി എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.